കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മേലുദ്യോഗസ്ഥനിൽ നിന്നും നേരിട്ട മാനസിക പീഡനത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. അനീഷയുടെ ഫോൺ കുടുംബം പോലീസിന് കൈമാറും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്നെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാനും എനിക്ക് അത്രയും അപമാനിച്ച് ഇനി ജീവിച്ചിരിക്കണ്ടെന്ന് പോലും തോന്നുന്ന അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനും ജീവിക്കണം. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പീഡനത്തെക്കുറിച്ച് അനീഷ സുഹൃത്തുക്കളോട് പറയുന്ന ശബ്ദ സന്ദേശമാണിത്. അനീഷയുടെ മൊബൈൽ ഫോണിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുണ്ട്. ഫോൺ കുടുംബം പോലീസിന് ഉടൻ കൈമാറും. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെതിരെയാണ് ഗുരുതരമായ പരാതി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കിയെന്നാണ് ആക്ഷേപം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യമാണ് അഭിഭാഷകർക്കുമുള്ളത്. അതിന്റെ ഏതറ്റം വരെ പോകുന്ന തരത്തിലും ഞങ്ങൾ ഇത്തരം പീഡനങ്ങൾക്ക് വിധേയമാകപ്പെടുന്ന സുപ്പീരിയർ ഓഫീസർമാരിൽ നിന്ന് പീഡനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഇത്തരം വസ്തുതകൾ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എല്ലാ സമരമാർഗങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ അതിനുവേണ്ടിയും നമുക്ക് അങ്ങനെ പോകേണ്ടി വരും. പരവൂർ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടു. DDP കെ ഷീബയ്ക്കാണ് അന്വേഷണ ചുമതല. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ അനീഷ വിശദമായി എഴുതിയ ബുക്കും പോലീസിന് ലഭിച്ചു. കുടുംബത്തെ നേരിൽ കണ്ട് കൊല്ലം ബാർ അസോസിയേഷൻ പിന്തുണ അറിയിച്ചു. മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജ് അജിത് കുമാറാണ് അനീഷയുടെ ഭർത്താവ്. 24 കൊല്ലം.